ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ഫാന്റസി സൈഫൈ ചിത്രമാണ് അവതാർ 3 ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ 3യുടെ ആദ്യ ടീസർ റിലീസിന് ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മെയ് മാസം തന്നെ ചിത്രത്തിന്റെ ടീസർ സർപ്രൈസ് ആയി പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 2025 അവസാനം ഡിസംബർ 19 തീയതിയാണ് അവതാർ 3 തിയേറ്ററുകളിലേക്ക് എത്തുക. ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കാം. 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 4,40,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി ചിത്രം 7.5 കോടി രൂപയോളവും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മികച്ചൊരു കളക്ഷൻ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും 2005 പുറത്തുവന്ന് അത്ഭുതകരമായ വിജയം കൈവരിച്ച ഒരു സിനിമയായിരുന്നല്ലോ വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപ്. ഈ ചിത്രത്തിന് ഒരു 2ാം ഭാഗം വരുമെന്ന് സംവിധായകൻ വിനയൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്ഭുത ദ്വീപ് 2ന്റെ വർക്കുകൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അജയ് കുമാർ എന്ന ഗിന്നസ് പക്രുവും ഉണ്ണി മുകുന്ദൻ, സിജു വിൽസൺ, കൃതി ഷെട്ടി എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് മാളികപ്പുറം, സുമതി വളവ് എന്നീ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ അഭിലാഷ് പിള്ളയാണ്. സംവിധാനം വിനയൻ തന്നെ. ഇത്തവണ അത്ഭുത ദ്വീപ് പാൻ ഇന്ത്യൻ സിനിമയായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തി വരുന്ന ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ നിന്നും 18 ദിവസങ്ങൾ കൊണ്ട് 98,75,00,000 രൂപയോളം സ്വന്തമാക്കിയ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് 18 ദിവസത്തെ കളക്ഷൻ 205 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഈ വീക്കിലും മികച്ചൊരു ഹോൾഡ് തുടരും സിനിമയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് നാളുകളായി കേൾക്കുന്നൊരു വാർത്തയാണ് രാജമാണിക്യം, അണ്ണൻ തമ്പി എന്നീ സിനിമകൾക്ക് ശേഷം അൻവർ റഷീദ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നത്. ഇന്നലെ വരെ അത് വെറും റൂമർ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന MN എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി അടുത്തതായി ജോയിൻ ചെയ്യുക അൻവർ റഷീദിന്റെ സിനിമയിലായിരിക്കും. ഒരു കൊമേഴ്ഷ്യൽ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. തമിഴിൽ നിന്നും ശശികുമാർ നായകനായിട്ടെത്തിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം റിലീസിനെത്തി 11 ദിവസങ്ങൾ കൊണ്ട് 40 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും മാത്രം ടൂറിസ്റ്റ് ഫാമിലിക്ക് 35 കോടി രൂപയോളം കളക്ഷനായി നേടാൻ സാധിച്ചു. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മാസ് മൂവിയാണ് ടിക്ക ടക്ക. ആസിഫ് അലിക്കൊപ്പം ലുക്മാൻ, വാമിക, നസ്ലിൻ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടിക്ക ടക്കയുടെ ഷൂട്ടിംഗ് വർക്കുകൾ നിലവിൽ വൈറ്റിലയിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്നു വരികയാണ്. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ തയ്യാറാവുന്ന ടിക്കി ടക്ക എന്ന ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ മാസം തന്നെ പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് വീഡിയോ ആവാം സിനിമയുടെ ഭാഗത്തു നിന്നും പുറത്തു വരിക. പ്രഭാസിനെ നായകനാക്കി സംഗീത് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സ്പിരിറ്റ്. സംഗീത് റെഡ്ഡി തന്റെ ആനിമൽ എന്ന സിനിമയുടെ സക്സസ് മീറ്റിൽ വെച്ച് തന്നെ സ്പിരിറ്റിന്റെ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ സിനിമയുടെ വർക്കുകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഈ വരുന്ന ജൂൺ മാസം ആദ്യ വീക്കിൽ സ്പിരിറ്റിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ സ്പിരിറ്റിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാസിനൊപ്പം മൃണാൾ താക്കൂർ, തൃഷ, ആനന്ദ് നാഗ്, കീർത്തി സുരേഷ് പിന്നെ കൊറിയൻ താരം ഡോൺലിയും സ്പിരിറ്റിൽ അഭിനേതാക്കളായി വരുമെന്നും വാർത്തകളുണ്ട്. ഗരുഡൻ എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബേബി ഗേൾ. നിവിൻ പോളി നായകനായിട്ടെത്തുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് സഞ്ജയ് ബോബി ടീമാണ്. നിർമ്മാണം മാജിക് ഫ്രെയിംസിന് വേണ്ടി ക്രിസ്ത്യൻ സ്റ്റീഫനും. നിലവിൽ ബേബി ഗേളിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം ഇപ്പോൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിവിൻ പോളി ഈ ഒരു ഷൂട്ടിൽ ജോയിൻ ചെയ്തതായും മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഒരു ക്രിസ്മസ് രാത്രിയിൽ തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ബേബി ഗേളിന്റെ പ്ലോട്ടായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബേബി ഗേളിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ഒരു റൊമാന്റിക് കോമഡി മൂവിയാണ് LIK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി മൂവി ടീം ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 18 തീയതി LIK തിയേറ്ററുകളിലേക്ക് എത്തും. വിഘ്നേഷ് ശിവനെ സംബന്ധിച്ചിടത്തോളം അവസാനമായി സംവിധാനം ചെയ്ത കാത്തുവാക്കിലെ 2 കാതൽ എന്ന വിജയ് സേതുപതി ചിത്രം ഒരു കൊടൂര ദുരന്തമായി മാറിയിരുന്നു. LIK എന്ന ചിത്രത്തിലൂടെയെങ്കിലും ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, സത്യരാജ്, നാഗാർജുന, ശ്രുതി ഹാസൻ, സൗബിൻ ഷാഹിർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രത്തെ പറ്റി ലോകേഷ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിച്ചത് മുതൽ ലോകേഷ് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ചോദ്യം ഇത്രയധികം താരങ്ങളെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയാൽ രജനികാന്തിന്റെ സിനിമയിൽ സ്ക്രീൻ ടൈം കുറഞ്ഞു പോകില്ലേ എന്നതും അതുപോലെ തന്നെ മറ്റുള്ള സൂപ്പർ താരങ്ങൾക്ക് അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സിനിമയ്ക്കുള്ളിൽ സ്പേസ് ഉണ്ടാവുമോ എന്നൊക്കെ. ഇതിന് ലോകേഷ് പറഞ്ഞിരിക്കുന്ന മറുപടി എന്നത് കൂലി എന്ന തന്റെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന താരങ്ങളെ മാത്രമാണ് താൻ സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവർക്കെല്ലാം തന്നെ പ്രോപ്പറായി ചെയ്യാനുള്ള ക്യാരക്ടർ സിനിമയ്ക്കുള്ളിലുണ്ട്. പിന്നെ ഒരു താരത്തെ കാമിയോ റോളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് സിനിമ കണ്ടു തന്നെ അറിയുക എന്നുമാണ് ലോകേഷ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഓൾറെഡി ബോളിവുഡിൽ നിന്നും അമീർ ഖാൻ കൂലിയിലുണ്ടെന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. മേ ബി ആ ഒരു കാമിയോ കഥാപാത്രം അമീർ ഖാൻ ആവാനാണ് സാധ്യത. നിലവിൽ കൂലി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരികയാണ്. ഇതിനിടയിൽ തന്നെ കൈദി 2ന്റെ സ്ക്രിപ്റ്റിന്റെ റീ റൈറ്റിംഗ് ആരംഭിച്ചതായി ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ലോകേഷ് ആരംഭിച്ചു വെച്ച LCUവിലെ 4ാമത്തെ സിനിമയെ വരാനിരിക്കുന്ന കൈദി
കൈദി 2ന്റെ ചിത്രീകരണം ഈ വർഷം അവസാനം ഡിസംബർ മാസത്തിലാവും ആരംഭിക്കുക. 2019 പുറത്തുവന്ന കൈദി എന്ന ചിത്രം അന്ന് തന്നെ 25 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറായി 140 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു. എന്നാൽ കൈദി 2ന്റെ ബഡ്ജറ്റായി പറയുന്നത് തന്നെ 300 കോടി രൂപയോളമാണ്. കാർത്തിയെ കൂടാതെ എൽസിയുടെ മറ്റു താരങ്ങളെയും കൈദി 2വിൽ കാണാൻ കഴിയുമെന്ന് ലോകേഷ് തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. പ്രീ ബാരിയർ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന കൈദി 2വിന് മ്യൂസിക് ഒരുക്കുന്നത് സാംസിയസ് ആണ്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി റാഫിയുടെ തിരക്കഥയിൽ വിയാൻ കൃഷ്ണൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ കോമഡി മൂവിയാണ് പറക്കും പപ്പൻ. 2022 പറക്കും പപ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ സിനിമയുടെ വർക്കുകൾ നടക്കാതെ പോയി. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം പറക്കും പപ്പന്റെ വർക്കുകൾ മൂവി ടീം ആരംഭിച്ചു കഴിഞ്ഞെന്നും ഈ വർഷം ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന പറക്കും പപ്പന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വരുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.